ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്തിനെ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. അതിക്രമം നടന്നെന്ന പരാതിയിൽ പറയുന്ന കാരവൻ പോലീസ് പിടിച്ചെടുത്തു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്ത കാരവൻ കൊച്ചിയിലെത്തിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പ്രതീക്ഷിച്ച ഒരു തീരുമാനം തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക പോലും ഉണ്ടായില്ല. അത് ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിയത്. അതിനിടെ ഈ കേസിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന തെളിവ് ആ കാരവൻ അത് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്, കൊച്ചിയിലെത്തിച്ചിരിക്കുകയാണ്. ഇനി ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടിയിരിക്കുന്നത്. വിഷ്ണു, അല്ലോ, ഇന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രാവിലെ തന്നെ രഞ്ജിത്തിനെ ഹാജരാക്കിയത്. രഞ്ജിത്തിനെ 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ വേണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം. അതനുസരിച്ച് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് പോലീസ് തന്നെ കരുതുന്നത് ഈ പറയുന്ന കാരവനാണ്. ആ കാരവനകത്ത് വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പെൺകുട്ടിയുടെ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാരവൻ തേടി പോലീസ് പലയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. കാരവൻ തിരിച്ചറിഞ്ഞെങ്കിലും അതിനെ കണ്ടെത്താനായില്ല. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാരവാനുകൾ പിടിച്ചെടുക്കാനായി അത് ഇന്ന് രാവിലെ തന്നെ എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇന്ന് പൂർണ്ണമായി രഞ്ജിത്തിനെ ചോദ്യം ചെയ്യും. DCPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. അതിനുശേഷം കാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിങ്കളാഴ്ച രാവിലെ രഞ്ജിത്തിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ചൊവ്വാഴ്ചയാണ് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ഈ അറസ്റ്റടക്കമുള്ള നടപടികൾ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് നടപടിക്രമങ്ങൾ പാലിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ പരാതി വ്യാജമാണ്. ജനുവരിയിൽ നടന്ന പരാതിക്ക് പരാതി നൽകിയത് മാർച്ചിലാണ്. തുടങ്ങിയ വാദമുഖങ്ങളൊക്കെയാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉയർത്തിയത്. വിശദമായി വാദം കേൾക്കുക ചൊവ്വാഴ്ചയായിരിക്കും. അതിന് ഇടയിൽ നടക്കാൻ പോകുന്നത് രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യലാണ്. ഒപ്പം ഈ സിനിമാ സെറ്റിലുണ്ടായിരുന്ന ആളുകളിൽ നിന്നും മൊഴിയെടുക്കാനുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. അനിൽ, രഞ്ജിത്തിന്റെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം ഈ പ്രതിയെ സ്ഥലത്തെത്തിച്ച് ഈ കാരവനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന അടക്കമുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.